Fermat's theorem, problems continuing. First we have show that the eighth power of any number is of the form 17m or 17m plus or minus 1. That is ഏതൊരു നമ്പറിൻ്റെയും എയ്ത്ത് പവർ എടുത്താൽ, ഇപ്പോൾ നമ്മൾ n എന്ന് പറയുന്ന ഒരു നമ്പർ എടുക്കുകയാണെങ്കിൽ n⁻8 എന്ന് പറയുന്നത് ഒന്നുകിൽ 17ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും, അല്ലെങ്കിൽ 17ൻ്റെ മൾട്ടിപ്പിളിനോട് കൂടി 1 ആഡ് ചെയ്തതോ 1 സബ്ട്രാക്ട് ചെയ്തതോ ആയിരിക്കും. ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ഇപ്പോൾ നമ്മൾ രണ്ട് കേസാണ് പ്രൂവ് ചെയ്യുന്നത്. നമ്മൾ എടുക്കുന്ന ഈ നമ്പർ n എന്ന് പറയുന്നത് 17നോട് റിലേറ്റീവ്ലി പ്രൈം ആകുക അല്ലെങ്കിൽ റിലേറ്റീവ്ലി പ്രൈം ആകാതിരിക്കുക. ഈ രണ്ട് കേസിലും നമുക്ക് ഇത് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സപ്പോസ് ചെയ്യാണ് കേസ് 1, n ആൻഡ് 17 ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം. ദാറ്റ് മീൻസ് ഇതിൻ്റെ മീനിങ് എന്താ? 17ൻ്റെയും n-ൻ്റെയും GCD 1 അല്ല. ദാറ്റ് മീൻസ് n എന്ന് പറയുന്നത് 17ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. n ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 17. n മൾട്ടിപ്പിൾ ഓഫ് 17 ആണെങ്കിൽ n⁻8 എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 17 ആയിരിക്കും. സോ n⁻18 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 മീൻസ് 17 ഇൻറ്റു m എന്ന് എഴുതാം ഫോർ സം ഇൻറ്റിജർ സ്മാൾ m. ദാറ്റ് മീൻസ് ഈ കേസിൽ n⁻8 ഈക്വൽ ടു 17m എന്ന് കിട്ടും. ഇനിയും ഇവിടെ n മൾട്ടിപ്പിൾ ഓഫ് 17 ആവാൻ കാരണം റിലേറ്റീവ്ലി പ്രൈം അല്ല, അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 17 തന്നെ ആകാൻ കാരണം 17 പ്രൈം ആയതുകൊണ്ടാണ്. ഇനി കേസ് 2ൽ n-ഉം 17-ഉം റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നെടുക്കുക. സോ ബൈ ഫെർമാസ് തിയറം n⁻17 മൈനസ് 1 ഈക്വൽ ടു കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്നെഴുതാം. ദാറ്റ് ഈസ് n⁻16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17 എന്ന് കിട്ടും. n⁻16 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 17. ഇനി ഇതിൻ്റെ അർത്ഥം എന്താ? n⁻16 മൈനസ് 1 എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് 17 ആണ്. ദാറ്റ് മീൻസ് ഈ n⁻16നെ നമുക്കൊന്ന് മാറ്റി എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് n⁻8 ഹോൾ സ്ക്വയർ മൈനസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 17 എന്ന് എഴുതാം. ഇതൊരു a² മൈനസ് b² ഫോമിലാണ്. അതിനെ a+b ഇൻറ്റു a-b ഫോമിൽ എഴുതാം ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് 17. ദാറ്റ് മീൻസ് ഇതിൽ ഒന്നുകിൽ ഇത് മൾട്ടിപ്പിൾ ഓഫ് 17 ആവണം, അല്ലെങ്കിൽ രണ്ടാമത്തെ ടേം മൾട്ടിപ്പിൾ ഓഫ് 17 ആവണം. ദാറ്റ് മീൻസ് ദാറ്റ് ഇംപ്ലൈസ് വി ഗെറ്റ് n⁻8 പ്ലസ് 1 ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 17m എന്ന് എഴുതാം. ഓർ n⁻8 മൈനസ് 1 ഈസ് 17m. ദാറ്റ് മീൻസ് n⁻8 ആണ് നമുക്ക് വേണ്ടത്. n⁻8 ഈക്വൽ ടു 17m മൈനസ് 1 ഓർ n⁻8 ഈക്വൽ ടു 17m പ്ലസ് 1. ദാറ്റ് മീൻസ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് എഴുതിയാൽ n⁻8 ഈക്വൽ ടു 17m പ്ലസ് ഓർ മൈനസ് 1 എന്ന് കിട്ടും. സോ രണ്ട് കേസുകളിലായിട്ട് വി ഗെറ്റ് ദി എയ്ത്ത് പവർ ഓഫ് എനി നമ്പർ ഈസ് ഒന്നുകിൽ 17m എന്നുള്ള ഫോമിലായിരിക്കും, അല്ലെങ്കിൽ 17m പ്ലസ് ഓർ മൈനസ് 1 എന്നുള്ള ഫോമിലായിരിക്കും. ഇനി നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദി പ്രൈംസ് p ഫോർ വിച്ച് 2p minus 1 minus 1 all divided by p is a square. 2p minus 1 minus 1 all divided by p എന്നുള്ള നമ്പർ അതൊരു സ്ക്വയർ ആവണം. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ n എന്നെടുത്ത നമ്പർ n² ഈക്വൽ ടു എ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടുന്ന പ്രൈമുകൾ ഏതൊക്കെയാണ്? അതായത് ഏത് പിക്ക് ഏത് വാല്യൂ, പി എന്ന് പറയുന്നത് പ്രൈമാണ്, ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് 2p മൈനസ് 1 മൈനസ് 1 ഡിവൈഡ് ബൈ p എന്നുള്ള ആ നമ്പർ ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവുന്നത്. അങ്ങനെയുള്ള പികൾ കണ്ടുപിടിക്കുക, പ്രൈമുകൾ കണ്ടുപിടിക്കുക. ഇപ്പോൾ സപ്പോസ് ദാറ്റ് അതൊരു സ്ക്വയർ ആണെന്ന് സപ്പോസ് ചെയ്തു, ഈക്വൽ ടു n² എന്ന് കൊടുത്തു. ദെൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2p മൈനസ് 1 മൈനസ് 1 ഈക്വൽ ടു n²p എന്ന് കിട്ടും. ഇനി ഈ ലെഫ്റ്റ് സൈഡിൽ 2p മൈനസ് 1 എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും, 2ൻ്റെ പവറാണ്. അതിൽ നിന്ന് 1 മൈനസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു ഓഡ് നമ്പർ ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു ഓഡ് നമ്പറാണ്, അതുകൊണ്ട് റൈറ്റ് സൈഡും ഓഡായിരിക്കും. റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ n² ഇൻറ്റു p,
രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റാണ്. രണ്ട് നമ്പറിൻ്റെ പ്രോഡക്റ്റ് ഓടാവണമെങ്കിൽ ആ രണ്ട് നമ്പേഴ്സും ഓടാവണം. എൻ സ്ക്വയറും ഓടാവണം, പിയും ഓടാവണം. അപ്പോൾ എൻ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയറാണ്. സ്ക്വയർ ഓടാവണമെങ്കിൽ എൻ സ്ക്വയർ ഓടാവണമെങ്കിൽ എൻ ഓടാവണം. സോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടും എൻ ആൻഡ് പി മസ്റ്റ് ബി ഓഡ്. എന്നും പിയും ഓഡ് നമ്പേഴ്സാണ് എന്ന് കിട്ടും. ഇനി പി ഒരു ഓഡ് നമ്പർ ആയതുകൊണ്ട് പിനെ നമുക്ക് 2k+1 എഴുതാം. ഫോർ സം k ബിലോങ്സ് ടു സെറ്റ് ഓഫ് ആൾ ഇൻറ്റീജേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ജനറൽ ഫോം. സോ ഈ ഇക്വേഷൻ 2p−1 -1 = n സ്ക്വയർ പി എന്നുള്ളതിൽ നമുക്ക് ഈ പിയുടെ സ്ഥാനത്ത് 2k+1 കൊടുക്കാം. 2k+1 -1 -1 = n സ്ക്വയർ പി. ദാറ്റ് ഈസ് 2k -1 = n സ്ക്വയർ പി എന്ന് കിട്ടും. ഇനി ഈ 2k നമുക്ക് മാറ്റി എഴുതാം. 2k നമുക്ക് 2k ഹോൾ സ്ക്വയറിന് എഴുതാം. -1 = n സ്ക്വയർ പി. അപ്പോൾ ഇതൊരു a² - b² ഫോമിലാണ്. സോ a + b × a - b = n സ്ക്വയർ പി. അപ്പോൾ 2k +1 × 2k - 1 = n സ്ക്വയർ പി എന്ന് കിട്ടും. ഇനി നമ്മൾ 2k എന്നുള്ള നമ്പർ കൺസിഡർ ചെയ്താൽ അതിൻ്റെ തൊട്ട് മുമ്പുള്ള വരുന്ന നമ്പറാണ് 2k - 1 അല്ലേ. ഇതിന് തൊട്ട് അപ്പുറത്ത് റൈറ്റ് സൈഡിൽ വരുന്ന നമ്പറാണ് 2k +1. 2k ഒരു ഈവൻ നമ്പർ ആയിരിക്കും, 2ൻ്റെ പവറാണ്. അപ്പോൾ ഇതും ഓടായിരിക്കും, ഇതും ഓടായിരിക്കും. ദാറ്റ് മീൻസ് 2k -1ഉം 2k +1ഉം അടുത്തടുത്ത് വരുന്ന ഓഡ് ഇൻറ്റീജേഴ്സ് ആയിരിക്കും, കോൺസിക്യൂട്ടീവ് ഓഡ് ഇൻറ്റീജേഴ്സ്. സോ വി ഗെറ്റ് 2k +1 and 2k -1 are consecutive odd integers and therefore അടുത്തടുത്ത് വരുന്ന രണ്ട് ഓഡ് ഇൻറ്റീജേഴ്സ് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കും. സോ ദേ ആർ റിലേറ്റീവ്ലി പ്രൈം. ദാറ്റ് മീൻസ് ഫ്രം ദി ഇക്വേഷൻ 2k +1 × 2k -1 = n സ്ക്വയർ പി. ആൻഡ് നമുക്ക് ആൾറെഡി കിട്ടി ഈ രണ്ട് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണ്. സോ ഐദർ ദി ഫസ്റ്റ് നമ്പർ 2k +1 or the number 2k -1 must be a perfect square. ഇതിലേതെങ്കിലും ഒന്ന് പെർഫെക്റ്റ് സ്ക്വയർ ആയേ പറ്റൂ, എന്നാലേ നമ്മുടെ കണ്ടീഷൻ ശരിയാവൂ. അപ്പോൾ ഈ രണ്ട് കേസും നമ്മൾ എടുക്കുക. അതായത് ഒന്നുകിൽ ഫസ്റ്റ് കേസ് 2k -1 is a പെർഫെക്റ്റ് സ്ക്വയർ. ഈ കേസിൽ എന്താണ് പിയുടെ വാല്യൂ. അതുപോലെ സെക്കൻഡ് കേസ് 2k +1 is a പെർഫെക്റ്റ് സ്ക്വയർ. ആ കേസിൽ എന്താണ് പ്രൈം എന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. സോ കൺസിഡർ ഇറ്റ് ആസ് സം r², സം ഇൻറ്റീജർ r. ദെൻ 2k = r² +1 എന്ന് കിട്ടും. ഇനി സ്ക്വയർ ചെയ്യാം. അപ്പോൾ 2k = r² +1 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് നമുക്കറിയാം p = 2k +1 ആണ്. സോ 2k എന്ന് പറഞ്ഞാൽ p -1 എന്ന് എഴുതാം. അപ്പോൾ 2p - 1 = r +1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. r² +1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി r² എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2k -1 ആണ്. 2k അതൊരു ഈവൻ നമ്പർ ആയിരിക്കും. അതിന്ന് 1 മൈനസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓടായിരിക്കും. r² അപ്പോൾ ഓടാണ്. അതുകൊണ്ട് ആറും എന്തായിരിക്കും, ഓഡ് നമ്പർ ആയിരിക്കും. r is an odd number. then rനെ നമ്മൾ സം 2i +1 എടുത്തു ഫോർ സം ഇൻറ്റീജർ i. ഇനി 2k = r² +1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് r² എന്ന് പറഞ്ഞാൽ 2i +1 ഹോൾ സ്ക്വയർ +1. സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ 4i² +4i +1 +1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 4i² +4i +2 എന്ന് കിട്ടും. അപ്പോൾ 2k = 4i² +4i +2. അതൊന്ന് 2 കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്താൽ 2k = 2 × 2i² +2i
പ്ലസ് 1 എന്ന് കിട്ടും. അപ്പോൾ 2k, 2ൻ്റെ ഒരു പവർ ഈക്വൽ ടു 2 ഇൻറ്റു അനദർ നമ്പർ. അപ്പോൾ ഇവിടെയും 2ൻ്റെ ഒരു പവർ വരണം. അത് വരണമെങ്കിൽ ഈ രണ്ടാമത്തെ ടേം 2i² പ്ലസ് 2i പ്ലസ് 1 എന്ന് പറയുന്നത് അതും 2ൻ്റെ ഒരു പവർ വരണം. അപ്പോഴേ ഇവിടെ 2 ഇൻറ്റു 2ൻ്റെ ഏതോ ഒരു പവർ, അങ്ങനെ 2ൻ്റെ ഒരു കോമൺ പവർ എന്ന് എഴുതാൻ പറ്റും. പക്ഷേ ഇവിടെ നോക്കൂ, 2i² പ്ലസ് 2i പ്ലസ് 1, ഒരു 1 ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എപ്പോഴും ഒരു ഓഡ് ഇൻറ്റിജർ ആയിരിക്കും. അപ്പോൾ ഒരു ഓഡ് ഇൻറ്റിജറിന് ഒരിക്കലും ഒരു 2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഈ ഇൻറ്റിജർ 2i² പ്ലസ് 2i പ്ലസ് 1 ആയേ പറ്റൂ. എന്നാലേ നമുക്ക് 2 ഇൻറ്റു 1 അതിനെ 2ൻ്റെ ഒരു പവറായിട്ട് എഴുതാം. അപ്പോൾ ഇത് 1 ആവണമെങ്കിൽ i എന്താവണം? 0 ആണ്. സോ ദിസ് ഈസ് ഓൺലി പോസിബിൾ വെൻ i ഈക്വൽ ടു 0. ദാറ്റ് ഈസ് i ഈക്വൽ ടു 0 ആണെങ്കിൽ r എന്ന് പറഞ്ഞാൽ 2i പ്ലസ് 1 ആണ്. ദാറ്റ് ഇംപ്ലൈസ് r ഈക്വൽ ടു 1. r ഈക്വൽ ടു 1 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2p മൈനസ് 1 ഈക്വൽ ടു, p ആണ് കണ്ടുപിടിക്കേണ്ടത്. 2p മൈനസ് 1 ഈക്വൽ ടു r² പ്ലസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ 2p മൈനസ് 1 ഈക്വൽ ടു r² പ്ലസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു r 1 ആണ്, 1 പ്ലസ് 1 2² എന്ന് കിട്ടും. ദാറ്റ് മീൻസ് p മൈനസ് 1 ഈക്വൽ ടു 2. p minus 1 equal to 2, that implies p equal to 3. So in this case the prime is 3. അപ്പോൾ p equal to 3 ആവുമ്പോൾ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവും. ഇനി സെക്കൻഡ് കേസ് നമ്മൾ എടുക്കുന്നത് 2k plus 1 is a perfect square. ഈ കേസ് എടുക്കുന്നു. So 2k plus 1 equal to some s² എന്ന് എടുത്തു for some integer s, പോസിറ്റീവ് ഇൻറ്റിജർ s. 2k plus 1 s² ആണ്. അതുകൊണ്ട് 2k എന്ന് പറഞ്ഞാൽ s² മൈനസ് 1 ആണ്. സ്ക്വയർ എഴുതി കഴിഞ്ഞാൽ 2k ഈക്വൽ ടു s² മൈനസ് 1 ഹോൾ സ്ക്വയർ. അപ്പോൾ a² മൈനസ് b² ഫോമിലാണ് a പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതിൻ്റെ കൂടെ ഒരു സ്ക്വയറുണ്ട്, സ്ക്വയർ വരും. ഇങ്ങനെ കിട്ടും 2k എന്ന് പറഞ്ഞാൽ 2p മൈനസ് 1 എന്ന് എഴുതാം. സോ 2p മൈനസ് 1 ഈക്വൽ ടു s പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു s മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. ഇനി s² ഈക്വൽ ടു 2k പ്ലസ് 1 ആണല്ലോ. അപ്പോൾ 2k ഈവൻ ആണ്, അതിനോടുകൂടി 1 ആഡ് ചെയ്തു, ഓഡ് നമ്പറാണ്. അപ്പോൾ s² ഓഡാണ്, അതുകൊണ്ട് എസ്സും ഓഡാണ്. എസ് ഓഡാകുമ്പോൾ എസിൻ്റെ ഫോം നമുക്ക് s ഈക്വൽ ടു സം 2i പ്ലസ് 1 എഴുതാം ഫോർ സം ഇൻറ്റിജർ i. ദെൻ 2k എന്ന് പറയുന്നത് s² മൈനസ് 1 ആണ്. ദാറ്റ്സ് ഈക്വൽ ടു 2i പ്ലസ് 1 ഹോൾ സ്ക്വയർ മൈനസ് 1. ദാറ്റ്സ് ഈക്വൽ ടു 4i² പ്ലസ് 4i പ്ലസ് 1 മൈനസ് 1. ദാറ്റ് ഈസ് 4i² പ്ലസ് 4i. അതിൽ നമുക്ക് 4 ഔട്ട് സൈഡ് എടുക്കാം. 4i ഔട്ട് സൈഡ് എടുക്കാം അല്ലേ. 4i ഇൻറ്റു i പ്ലസ് 1 2k ഈക്വൽ ടു 4i ഇൻറ്റു i പ്ലസ് 1. ഇതിലെ ഈ 4നെ നമുക്ക് 2² എന്ന് എഴുതാം, 2ൻ്റെ പവർ. i ഇൻറ്റു i പ്ലസ് 1 അതിനെ നമുക്ക് 2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. i ഇൻറ്റു i പ്ലസ് 1 i ഇൻറ്റു i പ്ലസ് 1നെ 2ൻ്റെ പവറായിട്ട് എഴുതണമെങ്കിൽ ഈ i ഈക്വൽ ടു എന്താവണം? i പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 2ൻ്റെ പവറാവണം. അതുപോലെ i അതും 2ൻ്റെ ഒരു പവറായിട്ട്, ആ പ്രോഡക്റ്റിനെ 2ൻ്റെ പവറായിട്ട് എഴുതാൻ പറ്റണം. സോ ദിസ് ഈസ് ഓൺലി പോസിബിൾ വെൻ i ഈക്വൽ ടു 1. i ഈക്വൽ ടു 1 ആകുമ്പോൾ i പ്ലസ് 1 2 വരും. അപ്പോൾ അതിനെ മൊത്തത്തിൽ 2 എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഈസ് ഓൺലി പോസിബിൾ വെൻ i ഈക്വൽ ടു 1. വെൻ i ഈക്വൽ ടു 1 s ഈക്വൽ ടു 2i പ്ലസ് 1 ആണ്, ദാറ്റ് ഈസ് 3. ദെൻ 2p മൈനസ് 1 ഈക്വൽ ടു എന്ത് കിട്ടും? 2p മൈനസ് 1 എന്ന് പറഞ്ഞാൽ s മൈനസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു s പ്ലസ് 1 ഹോൾ സ്ക്വയർ ആയിരുന്നു. സോ എസിൻ്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 2² ഇൻറ്റു 3 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 4². 2² ഇൻറ്റു 4², 4 ഇൻറ്റു 16 എന്ന് പറഞ്ഞാൽ 64 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2�6. അപ്പോൾ p മൈനസ് 1 ഈക്വൽ ടു 6 എന്ന് കിട്ടും. p മൈനസ് 1 ഈക്വൽ ടു 6, ദാറ്റ് ഇംപ്ലൈസ് p ഈക്വൽ ടു 7. സോ ആദ്യത്തെ കേസിൽ p ഈക്വൽ ടു 3 കിട്ടിയിരുന്നു, രണ്ടാമത്തെ കേസിൽ p ഈക്വൽ ടു 7. ദാറ്റ് മീൻസ് ദി നമ്പർ 2p minus 1 all divided by p is a perfect square.
if p equal to 3 or 7. 3 അല്ലെങ്കിൽ 7 ആവുമ്പോൾ 2 raised to p minus 1 divided by p ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. Then now next we have another problem. Using Fermat's theorem, find inverse of 12 modulo 7. മോഡുലോ 7ൽ 12ൻ്റെ ഇൻവേഴ്സ് എത്രയാണ് എന്ന് ഫെർമാസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കും. അപ്പോൾ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എയുടെ ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി ആണെങ്കിൽ എ ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ എന്നിൽ മോഡുലോ എൻ ആയിരിക്കണം. ഇങ്ങനെ ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എയുടെ ഇൻവേഴ്സ് എന്ന് വിളിക്കുക. അപ്പോൾ ഇവിടെ 12ൻ്റെ ഇൻവേഴ്സാണ് കണ്ടത്. അപ്പോൾ മോഡുലോ 7ൽ അപ്പോൾ 12 ഇൻറ്റു ഇവിടെ ഒരു നമ്പർ ഉണ്ടാവും ഇൻറ്റു 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 കിട്ടണം. ഈ നമ്പറാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ വി ഗെറ്റ് 7 ഒരു പ്രൈമാണ്. 12ഉം 7ഉം റിലേറ്റീവ്ലി പ്രൈമാണ്. സോ ബൈ ഫെർമാസ് തിയറം വി ക്യാൻ റൈറ്റ് 12 raised to 7 minus 1 is congruent to 1 modulo 7 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 12 raised to 6 is congruent to 1 modulo 7. അപ്പോൾ നമുക്കിവിടെ 12 വരണം. അപ്പോൾ ഒരു 12 എഴുതി. അപ്പോൾ ബാക്കി 12 raised to 6ൽ ബാക്കി ഉണ്ടാവുക 12 raised to 5 ആണ്. 12 raised to 5 into 12 is congruent to 1 modulo 7. ഇനി 12 raised to 5 മോഡുലോ 7ൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അത് നമുക്കറിയാം 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 മോഡ് 7 ആണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സൈഡിലും 5th പവർ എടുക്കുക. 12 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 raised to 5 മോഡുലോ 7. ഇപ്പോൾ 12 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 raised to 5 എന്ന് പറഞ്ഞാൽ -32 മോഡ് 7. -32 നമുക്കറിയാം -32 ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 മോഡുലോ -3 അല്ല +3 മോഡുലോ 7 ആണ്. -32 -3 എന്ന് വരും -35. ഇറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7 ആണ്. ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 7 എന്ന് കിട്ടും. സോ 12 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 7. അപ്പോൾ ഈ 12 raised to 5ന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 3 എന്ന് കൊടുക്കാം. ദാറ്റ് ഇംപ്ലൈസ് 3 into 12 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7. ദാറ്റ് ഈസ് എ ഇൻറ്റു ബി ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ 7 എന്നുള്ള ഫോമിലായി. ദാറ്റ് ഈസ് ബിയുടെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എ ആണ്, അല്ലെങ്കിൽ എയുടെ ഇൻവേഴ്സ് ബി ആണ്. ദാറ്റ് ഈസ് 12 ഇൻവേഴ്സ് ഈക്വൽ ടു 3 ഇൻ മോഡുലോ 7. മോഡുലോ 7ൽ 12ൻ്റെ ഇൻവേഴ്സ് 3 ആണ് എന്ന് കിട്ടും ബൈ ഫെർമാസ് തിയറം. നെക്സ്റ്റ്, യൂസിങ് ഫെർമാസ് തിയറം സോൾവ് ഈച്ച് ഓഫ് ദി ഫോളോവിങ് ലീനിയർ കോൺഗ്രുവൻസസ്. 2 ലീനിയർ കോൺഗ്രുവൻസ് തന്നിട്ടുണ്ട്. അത് ഫെർമാസ് തിയറം ഉപയോഗിച്ചിട്ട് സോൾവ് ചെയ്യാം. 8x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 11ഉം. സെക്കൻഡ് ക്വസ്റ്റ്യൻ 15x ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 13ഉം ആണ്. അപ്പോൾ നമുക്കറിയാം ലീനിയർ കോൺഗ്രുവൻസ് ax ഈസ് കോൺഗ്രുവൻറ്റ് ടു b മോഡുലോ p ഒരു പ്രൈം ആണെങ്കിൽ ax ഈസ് കോൺഗ്രുവൻറ്റ് ടു b മോഡുലോ pൻ്റെ സൊല്യൂഷൻ p ഒരു പ്രൈം ആവണം, p ഡസ് നോട്ട് ഡിവൈഡ്സ് a. ഇതാണ് കണ്ടീഷൻ. ഇതിൻ്റെ സൊല്യൂഷൻ x ഈസ് കോൺഗ്രുവൻറ്റ് ടു a റൈസ് ടു p മൈനസ് 2 b മോഡുലോ p ആണ്. ഇത് നമ്മളൊരു കൊറോളറി ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 8x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 11ൽ അവിടെ a എന്ന് പറയുന്നത് 8 ആണ്, b എന്ന് പറയുന്നത് 3 ആണ്, p 11 ആണ്, 11 പ്രൈം ആണ്. അതുപോലെ 11 ഡസ് നോട്ട് ഡിവൈഡ്സ് 8 ആണ്. ദാറ്റ് ഈസ് p ഡസ് നോട്ട് ഡിവൈഡ്സ് a. അപ്പോൾ ഈ കൊറോളറിയുടെ എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്ക് സൊല്യൂഷൻ എഴുതാം. x ഈസ് കോൺഗ്രുവൻറ്റ് ടു a റൈസ് ടു p മൈനസ് 2, അതായത് 8 റൈസ് ടു 11 മൈനസ് 2 ഇൻറ്റു b 3 ആണ് b മോഡുലോ 11 എന്നെഴുതാം. ദാറ്റ് ഈസ് x ഈസ് കോൺഗ്രുവൻറ്റ് ടു 8 റൈസ് ടു 9 ഇൻറ്റു 3 മോഡുലോ 11. അപ്പോൾ ഇനി 8 റൈസ് ടു 9 കണ്ടുപിടിക്കണം മോഡുലോ 11ൽ എത്രയാണെന്ന്. അപ്പോൾ 8 സ്ക്വയർ നമുക്കറിയാം 64. ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -2 ആകുമ്പോൾ 64 2 66 ആവും. അത് 11ൻ്റെ മൾട്ടിപ്പിളാണ്, മോഡുലോ 11 എന്നെഴുതാം. അപ്പോൾ 8 റൈസ് ടു 8, അതായത് 4th പവർ എടുക്കുക രണ്ട് സൈഡിലും.
അപ്പോൾ എന്ത് കിട്ടും? 8⁻8 ഈസ് കോൺഗ്രുവൻറ്റ് ടു, നമുക്ക് 9 ആണ് എത്തിക്കേണ്ടത്. 8⁻8 ഈസ് കോൺഗ്രുവൻറ്റ് ടു -2⁴ എന്ന് പറഞ്ഞാൽ 16 മോഡുലോ 11. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 16 എന്ന് പറഞ്ഞാൽ 5 മോഡുലോ 11 ആണ്. അപ്പോൾ 8⁻8 ഈസ് കോൺഗ്രുവൻറ്റ് ടു 5 മോഡുലോ 11. അപ്പോൾ 8⁻9 ആക്കാൻ ഒരു 8 കൊണ്ടുകൂടി മൾട്ടിപ്ലൈ ചെയ്യുക രണ്ട് സൈഡിലും. അപ്പോൾ ഇവിടെ 40 എന്ന് വരും. 40 മോഡുലോ 11. 8⁻9 ഈസ് കോൺഗ്രുവൻറ്റ് ടു 40 മോഡുലോ 11. സോ വി ഗെറ്റ് 8⁻9. 40 എന്ന് പറഞ്ഞാൽ 40 ഈസ് കോൺഗ്രുവൻറ്റ് ടു 33 ആണ് 40യുടെ അടുത്തുള്ള 11ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ നമുക്ക് 7 മോഡുലോ 11 എന്നെഴുതാം. അപ്പോൾ 8⁻9 ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 11. സോ വി ഗെറ്റ് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടിയത് x ഈസ് കോൺഗ്രുവൻറ്റ് ടു 8⁻9 ഇൻറ്റു 3 മോഡുലോ 11 ആയിരുന്നു. ഇപ്പോൾ നമുക്ക് 8⁻9 ഈസ് 7 മോഡുലോ 11 ആണ് കിട്ടി. അപ്പോൾ ഈ 8⁻9 പകരം ഈ 7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 7 ഇൻറ്റു 3 ആൾറെഡി അവിടെ ഉള്ളതാണ്, മോഡുലോ 11. ദാറ്റ് ഈസ് 21 മോഡുലോ 11. ഇനി 21 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 21ൻ്റെ ഒന്നുകിൽ നമുക്ക് -1 മോഡുലോ 11 എഴുതാം. പിന്നെ -1നെ വീണ്ടും നമ്മൾ മാറ്റണം. -1 മോഡുലോ 11 10 ആണ്. അല്ലെങ്കിൽ 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡുലോ 11 എഴുതാം. ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡുലോ 11. ദാറ്റ് ഈസ് ഇതാണ് സൊല്യൂഷൻ. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡുലോ 11. എക്സിന് 10 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ കിട്ടും. അതായത് 8x ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 11. എക്സിന് നമ്മൾ 10 കൊടുത്താൽ 80 ഈസ് കോൺഗ്രുവൻറ്റ് ടു 3 മോഡുലോ 11 കിട്ടും. അതായത് 80 - 3 എന്ന് പറഞ്ഞാൽ 77. ദാറ്റ്സ് എ മൾട്ടിപ്പിൾ ഓഫ് 11 ആണ്. അതാണ് സൊല്യൂഷൻ വരും. ഇനി അതുപോലെ തന്നെ അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ 15x ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 13 ആണ്. 15x ഈസ് കോൺഗ്രുവൻറ്റ് ടു 7 മോഡുലോ 13. അതിൽ നമ്മൾ a ഈക്വൽ ടു 15 ആണ്, b ഈക്വൽ ടു 7 ആണ്, ആൻഡ് p ഈക്വൽ ടു 13 പ്രൈം ആണ്, ആൻഡ് 13 ഡസ് നോട്ട് ഡിവൈഡ്സ് 15. സോ the solution is x is congruent to a raised to 15 raised to 13 minus 2 into b 7 modulo 13. That is x is congruent to 15 raised to 11 into 7 modulo 13. അപ്പോൾ ഈ 15 raised to 11 കാണണം. നമുക്കറിയാം 15 is congruent to 2 modulo 13 ആണ്. നൗ 15 raised to 11 വരെ വരണം നമുക്ക്. അപ്പോൾ 15 raised to 5 എടുത്ത് നോക്കാം. 15 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 raised to 5 മോഡുലോ 30. ദാറ്റ് ഈസ് 2 raised to 5 എന്ന് പറഞ്ഞാൽ 32 മോഡുലോ 30. 32 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 39 ആണ് എടുത്തുള്ളത്. അപ്പോൾ -7 മോഡുലോ 30. അപ്പോൾ 15 raised to 5 ഈസ് കോൺഗ്രുവൻറ്റ് ടു -7 മോഡുലോ 13. ഇനി സ്ക്വയർ ചെയ്താൽ 15 raised to ഇതിനെ സ്ക്വയർ ചെയ്യുക, രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. അപ്പോൾ 15 raised to 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു 49 മോഡുലോ 13 എന്ന് കിട്ടും. ഇനി 49 എന്ന് പറഞ്ഞാൽ 52 ആണ്, തൊട്ടടുത്തുള്ള 13ൻ്റെ മൾട്ടിപ്പിൾ. അപ്പോൾ 49 -3 മോഡുലോ 13 എന്ന് കിട്ടും. 15 raised to 10 ഈസ് കോൺഗ്രുവൻറ്റ് ടു -3 മോഡുലോ 13. ഇപ്പോൾ 15 raised to 11 ആവാൻ 15 മൾട്ടിപ്ലൈ ചെയ്യാം രണ്ട് സൈഡിലും. -3 × 15 മോഡുലോ 30. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 raised to 11 × 7 മോഡുലോ 13 ആണ്. അപ്പോൾ നമുക്ക് 15 raised to 11 പകരം ഈ -3 × 15 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൾറെഡി ഒരു 7 ഉണ്ട് മോഡുലോ 13. ദാറ്റ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -15 അവിടെ നിർത്തി 3 × 7 എന്ന് പറഞ്ഞാൽ 21 ആണ്. 21 മോഡുലോ 13. ഇനി ഈ 21ഉം 13ഉം തമ്മിലുള്ള റിലേഷൻ 21 നമുക്കറിയാം. 21 ഈസ് കോൺഗ്രുവൻറ്റ് ടു
-5 മോഡുലോ 13 ആണ്. 21 + 5 26 കിട്ടും. സോ ദിസ് ഈസ് കോൺഗ്രുവൻറ്റ് ടു -15 ഇൻറ്റു -5 മോഡുലോ 13. അപ്പോൾ മൈനസ് ക്യാൻസൽ ചെയ്തു പോവും, പ്ലസ് ആയി മാറും. എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 15 ഇൻറ്റു 5 മോഡുലോ 13. ദാറ്റ് ഈസ് എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 75 modulo 13. X is congruent to 75 modulo 13. That is 75 എന്ന് പറഞ്ഞാൽ 78 13ൻ്റെ ഒരു മൾട്ടിപ്പിളാണ്. -3 മോഡുലോ 13 എന്നെഴുതാം. ഈ -3നെ പോസിറ്റീവ് നമ്പർ ആക്കാൻ ഇറ്റ് ഈസ് 10. 13 ആഡ് ചെയ്താൽ മതി, മോഡുലോ 13. സോ എക്സ് ഈസ് കോൺഗ്രുവൻറ്റ് ടു 10 മോഡുലോ 13. That is the solution. Next we have the definition of pseudo-primes. Pseudo-primes means a composite number n is said to be a pseudo-prime if 2 raised to n is congruent to 2 modulo n. ഒരു കോമ്പോസിറ്റ്, ഫസ്റ്റ് അതൊരു കോമ്പോസിറ്റ് നമ്പർ ആയിരിക്കണം. സ്യൂഡോ പ്രൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ പ്രൈം, ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. അത് n എന്നെടുത്തു. n ഒരു സ്യൂഡോ പ്രൈം ആണ് എന്ന് പറയണമെങ്കിൽ 2 raised to ആ നമ്പർ 2 raised to n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ n. മോഡുലോ n-ൽ 2 raised to n 2നോട് കോൺഗ്രുവൻ്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ n-നെ നമ്മളൊരു സ്യൂഡോ പ്രൈം എന്ന് പറയും. അതിനൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 341 ആണ്. 341 2 raised to 341 എന്ന് പറഞ്ഞാൽ 2 മോഡുലോ 341 ആയിരിക്കും. ഏറ്റവും സ്മോളസ്റ്റ് സ്യൂഡോ പ്രൈം ആണ് 341. നെക്സ്റ്റ് വരുന്നത് 561 ആണ്. അതിനടുത്തത് 645 ആൻഡ് 1105. ഇനി ഇതെല്ലാം ഓഡ് നമ്പേഴ്സാണ്. അത് സ്മാളസ്റ്റ് ഈവൻ നമ്പർ, ഈവൻ സ്യൂഡോ പ്രൈം ആവുന്ന സ്മാളസ്റ്റ് ഈവൻ നമ്പർ എന്ന് പറയുന്നത് ഒരു ലാർജ് നമ്പറാണ്. 1,61,038. അതാണ് ആദ്യത്തെ ഈവൻ നമ്പർ, ഈവൻ സ്യൂഡോ പ്രൈം എന്ന് പറയുന്നത്. ഇനി ഈ പ്രൈംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൈംസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 1 ലെസ് ദാൻ 1 മില്യണിൽ നമുക്കൊരു 78,498 പ്രൈംസ് ഉണ്ട്, ലെസ് ദാൻ 1 മില്യൺ. പക്ഷേ അവിടെ ആകെ 245 സ്യൂഡോ പ്രൈംസേ ഉള്ളൂ. അപ്പോൾ സ്യൂഡോ പ്രൈംസിൻ്റെ എണ്ണം പ്രൈമുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ലെസ്സാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ സ്യൂഡോ പ്രൈമുകൾ കണ്ടുപിടിക്കുക, എന്താണ് അവയുടെ പ്രോപ്പർട്ടീസ് തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്ക് 2 ലെമ്മയും ഒരു തിയറും ഉണ്ട്, അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് വി ഹാവ് എ ലെമ്മ. ലെറ്റ് m and n be positive integers such that m divides n. Then 2 raised to m minus 1 divides 2 raised to n minus 1. m-ഉം n-ഉം 2 പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ആണ്. സച്ച് ദാറ്റ് m n-നെ ഡിവൈഡ് ചെയ്യുന്നു. m ഒരു ഫാക്ടറാണ് n-ൻ്റെ. അങ്ങനെയാണെങ്കിൽ 2 raised to m minus 1 2 raised to n minus 1-നെ ഡിവൈഡ് ചെയ്യും. നമുക്ക് തന്നിട്ടുണ്ട് m ഡിവൈഡ്സ് n ആണ്. അതുകൊണ്ട് നമുക്ക് n-നെ സം k ഇൻറ്റു m എന്നെഴുതാം ഫോർ സം പോസിറ്റീവ് ഇൻറ്റീജർ k. കാരണം m n-ഉം പോസിറ്റീവ് ഇൻറ്റീജറാണ്, സോ kയും പോസിറ്റീവ് ആയിരിക്കും. ഇനി 2 raised to n minus 1 എന്ന് പറയുന്നതിനെ നമുക്ക് 2 raised to n-ന് km എന്ന് കൊടുക്കാം. 2 raised to km minus 1 എന്നെഴുതാം. ഇതിനെ 2 raised to m whole raised to k minus 1 എന്നെഴുതാം. ഇനി ഇങ്ങനെ ഒരു എക്സ്പാൻഷൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. x raised to n minus 1 ഈക്വൽ ടു x minus 1 ഇൻറ്റു x raised to n minus 1 പ്ലസ് x raised to n minus 2 പ്ലസ് എക്സെട്ര പ്ലസ് x സ്ക്വയർ പ്ലസ് x പ്ലസ് 1. ഇതുപോലെ 2 raised to m 2 raised to n minus 1 ആണ് ലെഫ്റ്റ് സൈഡിൽ. 2 raised to n minus 1 equal to 2 raised to m whole raised to k minus 1 ആണ് എഴുതിയത്. ഇതേപോലെ എഴുതാം. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 2 raised to m ആണ്, n-ൻ്റെ സ്ഥാനത്ത് k ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 2 raised to m minus 1 ഇൻറ്റു 2 raised to m ഇൻറ്റു k minus 1 പ്ലസ് 2 raised to m ഇൻറ്റു k minus 2 പ്ലസ് എക്സെട്ര പ്ലസ് 2 raised to 2m
പ്ലസ് 2m പ്ലസ് 1 ഇങ്ങനെ എഴുതും. ദാറ്റ് മീൻസ് 2n minus 1 equal to 2n minus 2n minus 1. 2n minus 1 എന്നാണ് എഴുതിയത്, n minus 1 അല്ല, 2n minus 1 ആണ്. സോറി ഫോർ ദി മിസ്റ്റേക്ക്. 2n minus 1. So here 2n minus 1 equal to, we get 2m minus 1 into ഒരു ഇൻറ്റിജർ, അത് നമ്മൾ q എന്ന് വിളിക്കാം. അതായത് ആ സെക്കൻഡ് ബ്രാക്കറ്റിലുള്ളതിനെ മൊത്തത്തിൽ q എന്ന് വിളിച്ചു. ദാറ്റ് ഈസ് 2n minus 1നെ 2m minus 1 ഇൻറ്റു ഒരു നമ്പർ എന്ന് എഴുതാൻ പറ്റി, വേർ q ബിലോങ്സ് ടു z ആണ്. ദാറ്റ് മീൻസ് ഇതൊന്ന് എങ്ങനെ എഴുതാം, a ഈക്വൽ ടു b ഇൻറ്റു c എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, b ഡിവൈഡ്സ് a അല്ലെങ്കിൽ c ഡിവൈഡ്സ് a എന്ന് എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം, 2m minus 1 ഡിവൈഡ്സ് 2n minus 1 എന്ന് എഴുതാം. സോ ദാറ്റ് ഈസ് ദി ഫസ്റ്റ് ലെമ്മ. Then second one, lemma 2. If n is an odd pseudo prime, then mn equal to 2n minus 1 is a larger odd pseudo prime. n ഒരു odd pseudo prime ആണെങ്കിൽ 2n, ആ നമ്പർ ഏതാണോ അതിൻ്റെ 2n എടുക്കുക, 1 മൈനസ് ചെയ്യുക. അത് ഈ n-നേക്കാൾ വലിയ ഒരു സ്യൂഡോ പ്രൈം ആയിരിക്കും, ഓഡ് സ്യൂഡോ പ്രൈം ആയിരിക്കും. അതായത് ഒരു ഓഡ് സ്യൂഡോ പ്രൈം നമുക്ക് കിട്ടിയാൽ നമുക്ക് വീണ്ടും അതിൽ നിന്ന് എന്തുണ്ടാക്കാം, സ്യൂഡോ പ്രൈംസുകൾ ഉണ്ടാക്കാം. എന്ത് ചെയ്താൽ മതി, 2n minus 1 കണ്ടാൽ മതി. സോ അതാണ് ഈ ലെമ്മ പറയുന്നത്. ഇപ്പോൾ നമുക്ക് n ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെന്ന് തന്നിട്ടുണ്ട്. n ഈസ് എൻ ഓഡ് സ്യൂഡോ പ്രൈം. അപ്പോൾ സ്യൂഡോ പ്രൈമിൻ്റെ ഡെഫിനിഷൻ അനുസരിച്ച് n കോമ്പോസിറ്റ് ആണ്. n ഈ ഇക്വേഷൻ, ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ n എന്നുള്ള ഡെഫിനിഷൻ അത് സാറ്റിസ്ഫൈ ചെയ്യും, സിൻസ് n ഈസ് എ സ്യൂഡോ പ്രൈം. ഇപ്പോൾ 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ n മീൻസ് നമുക്ക് 2n-നെ 2 ഇൻറ്റു 2n minus 1 എന്ന് എഴുതാം, ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ n. ഇനി n ഓഡ് നമ്പറാണ്, അപ്പോൾ n-ഉം 2-ഉം റിലേറ്റീവ്ലി പ്രൈമാണ്, അതൊന്ന് ഒരു 2 ക്യാൻസൽ ചെയ്യാം. വി ഗെറ്റ് 2n minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ n എന്ന് കിട്ടും. 2n minus 1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ n. ഇനി n ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, അപ്പോൾ n-നെ നമുക്ക് സം r ഇൻറ്റു s എന്ന് എഴുതാം, വേർ 1 ലെസ് ദാൻ r, s ലെസ് ദാൻ n. n-ൻ്റെ താഴെയുള്ള രണ്ട് ഇൻറ്റിജേഴ്സിൻ്റെ പ്രോഡക്റ്റായിട്ട് n-നെ എഴുതാൻ പറ്റും. n ഒരു കോമ്പോസിറ്റ് നമ്പർ ആയതുകൊണ്ട്, n ഈക്വൽ ടു r ഇൻറ്റു s ആയതുകൊണ്ട് നമുക്ക് r ഡിവൈഡ്സ് n എന്നും s ഡിവൈഡ്സ് n എന്നും എഴുതാം. അപ്പോൾ r ഡിവൈഡ്സ് n എടുക്കുക. r ഡിവൈഡ്സ് n ആണ് എങ്കിൽ നമുക്ക് പ്രീവിയസ് ലെമ്മ, തൊട്ട് മുമ്പ് നമ്മൾ പ്രൂവ് ചെയ്ത ഫസ്റ്റ് ലെമ്മ അനുസരിച്ച് 2r minus 1 ഡിവൈഡ്സ് 2n minus 1 എഴുതാം. അപ്പോൾ 2r minus 1 ഡിവൈഡ്സ്, ഇതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ mn എന്ന് വിളിച്ചത്, mn എന്ന് എഴുതാം. 2r minus 1 ഡിവൈഡ്സ് mn. അപ്പോൾ mn-ന് ഒരു ഫാക്ടർ ഉണ്ട്. സോ mn എന്താണ്, ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. നമുക്ക് mn ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം സ്യൂഡോ പ്രൈം ആണെങ്കിൽ ആദ്യം അതൊരു കോമ്പോസിറ്റ് നമ്പറാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പ്രൂവ് ചെയ്തു, mn ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. ഇനി mn ഈ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു കാണിക്കണം. 2mn ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ mn. ഇതും കൂടെ സാറ്റിസ്ഫൈ ചെയ്താൽ mn ഒരു സ്യൂഡോ പ്രൈം ആവും ബൈ ഡെഫിനിഷൻ. ഇനി നമുക്കറിയാം 2n ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ n ആണ്. അതിൽ നിന്നും 2n minus 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2n minus 2 ഈക്വൽ ടു സം kn, സം ഇൻറ്റിജർ k. ഇങ്ങനെ എഴുതാം, 2n minus 2 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് n, ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഈക്വൽ ടു സം k ഇൻറ്റു n. ദാറ്റ് ഈസ് നമ്മൾ mn കൺസിഡർ ചെയ്യുക, mn minus 1 കൺസിഡർ ചെയ്യുക. mn എന്ന് പറഞ്ഞാൽ 2n minus 1 ആണ്, -1.
അപ്പോൾ 2n -2 ഇതാണ് kn എഴുതിയത്. kn k ഇൻറ്റു n ദാറ്റ് ഈസ് mn -1 ഈക്വൽ ടു kn. അതിൽ നിന്നും mn -1 ഈക്വൽ ടു k ഇൻറ്റു n. ദെൻ 2 എടുക്കുക രണ്ട് സൈഡിലും. 2mn -1 ഈക്വൽ ടു 2kn എന്ന് കിട്ടും. അപ്പോൾ 2mn -1 -1 ഈക്വൽ ടു രണ്ട് സൈഡിലും 1 മൈനസ് ചെയ്യുക -1. അപ്പോൾ ഇതിനെ നമുക്ക് 2n ഹോൾ റൈസ് ടു k -1 എഴുതാം. നേരത്തെ എഴുതിയതുപോലുള്ള അതേ എക്സ്പാൻഷനിൽ എക്സ്പാൻഡ് ചെയ്യാം. ദാറ്റ്സ് ഈക്വൽ ടു 2n -1 ഇൻറ്റു 2n ഇൻറ്റു k -1 പ്ലസ് 2n ഇൻറ്റു k -2 പ്ലസ് എക്സെട്ര പ്ലസ് 2n പ്ലസ് 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 2n -1 ഇൻറ്റു സം ഇൻറ്റിജർ q എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിലുള്ളത് 2mn -1 -1 ആണ്. അതായത് 2mn -1 ഈക്വൽ ടു എ മൾട്ടിപ്പിൾ ഓഫ് ഇതിനെ 2n -1 എന്ന് പറഞ്ഞാൽ mn ആണ്. mn ഇരിക്കും. ദാറ്റ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് mn എന്ന് കിട്ടും. ദാറ്റ് മീൻസ് 2mn -1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 0 മോഡുലോ mn എന്ന് എഴുതാം ബൈ കോൺഗ്രുവൻസ് ഉപയോഗിച്ചിട്ട്. ദാറ്റ് ഈസ് 2mn -1 ഈസ് കോൺഗ്രുവൻറ്റ് ടു 1 മോഡുലോ mn എന്ന് കിട്ടും. ഇനി രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഇൻറ്റു 2. സോ ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ -1ഉം +1ഉം ക്യാൻസൽ ചെയ്തു പോകും. സോ 2mn ഈസ് കോൺഗ്രുവൻറ്റ് ടു ഇവിടെ 2 × 1 2 മോഡുലോ mn. ദാറ്റ് ഈസ് ഇത് നമ്മുടെ സ്യൂഡോ പ്രൈമിൻ്റെ ഡെഫിനിഷനാണ്. 2mn ഈസ് കോൺഗ്രുവൻറ്റ് ടു 2 മോഡുലോ mn. അപ്പോൾ mn ഒരു കോമ്പോസിറ്റ് നമ്പറാണ്, അത് സ്യൂഡോ പ്രൈമുമാണ്. സോ mn ഈസ് എ ഓഡ് സ്യൂഡോ പ്രൈം. ഇനി 2n -1 ആണ് ഫോം mnൻ്റെ. അതായത് 2ൻ്റെ ഒരു പവർ -1 എന്ന് പറയുമ്പോൾ അത് ഓടായിരിക്കും. ഇനി അതെന്തായാലും n എന്ന് പറയുന്നത് 2n എന്ന് പറഞ്ഞാൽ n-നേക്കാൾ വലുതാണ്. സോ 2n -1 n-നേക്കാൾ വലുതായിരിക്കും. സോ വി ഗെറ്റ് mn ഈസ് എൻ ഓഡ് പ്രൈം ലാർജർ ദാൻ n എന്ന് കിട്ടും. നൗ വി ഹാവ് എ തിയറം. There are infinitely many pseudo primes. നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ സ്യൂഡോ പ്രൈംസ് കണ്ടുപിടിക്കാൻ പറ്റും എന്നാണ് തിയറം. അപ്പോൾ സെക്കൻഡ് ലെമ്മ ഉപയോഗിച്ചാണ് നമ്മൾ പറയുന്നത്. സെക്കൻഡ് ലെമ്മ ഉപയോഗിച്ച് നമ്മൾ എഴുതി n ഒരു ഓഡ് പ്രൈം ആണെങ്കിൽ 2n -1 n-നേക്കാൾ വലിയ ഓഡ് പ്രൈം അല്ല ഓഡ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ n ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആണെങ്കിൽ 2n -1 ഇതിനെയാണ് നമ്മൾ mn എന്ന് വിളിച്ചിരുന്നത്. അത് n-നേക്കാൾ വലിയ ഒരു ഓഡ് സ്യൂഡോ പ്രൈം ആയിരിക്കും. അതായത് നമുക്കൊരു ഓഡ് പ്രൈം ഒരു ഓഡ് സ്യൂഡോ പ്രൈം കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ ഒരു ഓഡ് സ്യൂഡോ പ്രൈം കണ്ടുപിടിക്കാൻ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി 2n -1. അപ്പോൾ അങ്ങനെ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ വീണ്ടും 2 ആ നമ്പർ -1 അങ്ങനെ ഒരുപാടെണ്ണം കണ്ടുപിടിച്ച് പോകാം. ദാറ്റ് ഈസ് ni + 1 ഈക്വൽ ടു 2n -1. ഒരു സ്യൂഡോ പ്രൈം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കാം? 2 നമുക്ക് കിട്ടിയ നമ്പർ സ്യൂഡോ പ്രൈം -1. ഇനി അതിൻ്റെ അടുത്ത് കാണാൻ 2 തൊട്ട് മുമ്പ് കിട്ടിയത് ദെൻ -1 അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഐക്ക് വാല്യൂ കൊടുത്താൽ മതി. 0 1 2 3 എക്സെട്ര ഓരോ വാല്യൂ കൊടുക്കുന്നതിനനുസരിച്ചും നമുക്ക് ഓരോ ഓഡ് സ്യൂഡോ പ്രൈം കിട്ടും. അങ്ങനെ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്യൂഡോ പ്രൈം ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ n0 എന്നുള്ളത് 341 എടുത്തു. 341 ദെൻ n1 എങ്ങനെ എടുക്കാം? 2n0 -1 ദാറ്റ് ഈസ് 2 341 -1 ഇതൊരു സ്യൂഡോ പ്രൈം ആയിരിക്കും. ഇനി അടുത്തത് n2 എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമുക്കൊരു k കിട്ടി വിചാരിച്ചോളൂ. ഒരു k എന്ന് കിട്ടി. സപ്പോസ് 2 341 -1 ഈക്വൽ ടു k. ദെൻ അടുത്തത് 2k -1 അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകാം. സോ വി ഗെറ്റ് ദെയർ ആർ ഇൻഫൈനൈറ്റ്ലി മെനി pseudo primes. Next we have a problem. Prove that 561 is a pseudo prime. 561 ഒരു pseudo prime ആണെന്ന് പറഞ്ഞിരുന്നു. അത്
പ്രൂവ് ചെയ്യണം. എങ്ങനെയാണ് 561 ഒരു സ്യൂഡോ പ്രൈം ആവുന്നത്? അപ്പോൾ ബൈ ഡെഫിനിഷൻ 561 ഒരു n എന്നുള്ള നമ്പർ സ്യൂഡോ പ്രൈം ആവണമെങ്കിൽ ആദ്യം അതൊരു കോമ്പോസിറ്റ് നമ്പർ ആവണം. ദെൻ ആ നമ്പറിനെ എന്നിന് ഈ കോൺഗ്രുവൻസ് റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. 2 raised to n ഈസ് കോൺഗ്രുവൻ ടു 2 മോഡുലോ n ആവണം. അങ്ങനെയാണെങ്കിൽ അതിനെ സ്യൂഡോ പ്രൈം എന്ന് പറയും. അപ്പോൾ ഇവിടെ 561 ആണ് എന്നിൻ്റെ സ്ഥാനത്ത്. അപ്പോൾ നമുക്ക് ഇത് പ്രൂവ് ചെയ്താൽ മതി. 2 raised to 561 ഈസ് കോൺഗ്രുവൻ ടു 2 മോഡുലോ 561. ഈ റിലേഷൻ ഉണ്ട് എന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് 561 കോമ്പോസിറ്റ് ആണോ നോക്കാം. 561 3യുടെ മൾട്ടിപ്പിളാണ്. 187 കിട്ടും. ദെൻ അതിൽ 11 ഡിവൈഡ് ചെയ്താൽ 17 കിട്ടും. അപ്പോൾ 561നെ നമുക്ക് 3 × 11 × 17 എന്ന് എഴുതാൻ പറ്റും. 3 × 11 × 17. ഇനി നമുക്ക് മോഡുലോ 561 ആണ് കാണേണ്ടത്. അപ്പോൾ നമ്മൾ കാണുന്നത് മോഡുലോ 3 കാണും, മോഡുലോ 11 കാണും, മോഡുലോ 17 കാണും. ദെൻ ഇത് മൂന്നും കൂടെ മൾട്ടിപ്ലൈ ആണ് ചെയ്തത്. 2 raised to 561 മോഡുലോ 3 കാണണം, 11 കാണണം, 17 കാണണം. കാരണം 2ഉം 3ഉം 2ഉം 11ഉം 2ഉം 17ഉം എല്ലാം റിലേറ്റീവ്ലി പ്രൈമാണ്. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എടുക്കാം. ഇനി ഫസ്റ്റ് നമ്മൾ എഴുതും 2ൻ്റെ കാണാം. 2ൻ്റെ കാണുമ്പോൾ നമുക്കറിയാം 2 ഈസ് കോൺഗ്രുവൻ ടു മൈനസ് 2ൻ്റെ അല്ല 3 വെച്ച് മോഡുലോ 3യിൽ 2 ഈസ് കോൺഗ്രുവൻ ടു -1 മോഡുലോ 3 ആണ്. അപ്പോൾ 2 raised to 561 ഈസ് കോൺഗ്രുവൻ ടു 561th പവർ എടുക്കുക. അപ്പോൾ -1ൻ്റെ 561th പവർ എന്ന് പറയുമ്പോൾ -1 വരും, ഓഡ് നമ്പർ ആയതുകൊണ്ട്. അപ്പോൾ 2 raised to 561 ഈസ് കോൺഗ്രുവൻ ടു -1 മോഡുലോ 3. -1 എന്ന് പറഞ്ഞാൽ മോഡുലോ 3യിൽ അത് 2 ആണ്. 3 ആഡ് ചെയ്താൽ മതി. -1 + 3 2 കിട്ടും. 2 മോഡുലോ 3. അപ്പോൾ 2 raised to 561 ഈസ് കോൺഗ്രുവൻ ടു 2 മോഡുലോ 3. അതിനെ ഫസ്റ്റ് ഇക്വേഷനായി സപ്പോസ് ചെയ്തു. ഇനി അടുത്തത് 11 ആണ്. മോഡുലോ 3 കഴിഞ്ഞാൽ 11 ഈസ് എ പ്രൈം നമ്പർ ആണ്. അപ്പോൾ ബൈ ഫെർമാസ് തിയറം 2 raised to 11 - 1 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ 11 ആണ്. അതായത് 2 raised to 10 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ 11 ആണ്. 2 raised to 10 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ 11. ഇനി നമുക്ക് 2 raised to 561 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 56th പവർ എടുത്താൽ 560 വരെ കിട്ടും. ഈസ് കോൺഗ്രുവൻ ടു 1 raised to 56 മോഡുലോ 11. അപ്പോൾ 2 raised to 560 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ 11. ഇനി ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ 561 കിട്ടും. അതായത് 2 raised to 561 ഈസ് കോൺഗ്രുവൻ ടു 2 മോഡുലോ 11. ഇത് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി അടുത്തത് 17 ആണ്. 17ഉം 2ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 17 ഒരു പ്രൈം ആണ്. 2 ബൈ ഫെർമാസ് തിയറം 2 raised to 17 - 1 അതായത് 16 ഈസ് കോൺഗ്രുവൻ ടു 1 മോഡുലോ 17 എന്ന് കിട്ടും. 1 മോഡുലോ 17. ഇനി 16നെ നമുക്കൊരു 35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 560 കിട്ടും. ഈസ് കോൺഗ്രുവൻ ടു 1 raised to 35 മോഡുലോ 17. That is 2 raised to 560 is congruent to 1 modulo 17. അപ്പോൾ 2 raised to ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 61 ആവും. 2 raised to 561 is congruent to 2 modulo 17. That is equation number 3. So we get from 1, 2 and 3 മൂന്ന് ഇക്വേഷനും കൂടെ we get 2 raised to 561 is congruent to 2 മോഡുലോ. എല്ലാതും 2 മോഡുലോ ആണ്. 2 ആൻഡ് ഹിയർ ഈസ് 2 മോഡുലോ. പ്രോഡക്റ്റ് എടുക്കാം. 2 മോഡുലോ 3 × 11 × 17. So 2 raised to 561 is congruent to 2 modulo. Multiply that 561. So 561 is a composite number and it satisfies the definition of a pseudo prime. So 561 is a pseudo prime number in it. The next, another problem. Find the factors of 2 raised to 15 minus 1.
2^15 - 1 ഫാക്ടേഴ്സ് കാണണം. അപ്പോൾ നമ്മൾ ഈ 15 എടുക്കും. 15നെ നമുക്ക് 3 × 5 എന്നെഴുതാം. അപ്പോൾ ഇതിൽ നിന്നും 3 ഡിവൈഡ്സ് 15 ആണ്, അതുപോലെ 5 ഡിവൈഡ്സ് 15 ആണ്. അപ്പോൾ ആദ്യത്തെ എടുക്കാം, 3 ഡിവൈഡ്സ് 15. 3 ഡിവൈഡ്സ് 15 ആണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലെമ്മ ഉണ്ട്, അതനുസരിച്ച് 2^3 - 1 ഡിവൈഡ്സ് 2^15 - 1 ആണ്. അപ്പോൾ 2^3 - 1, അതായത് 2³ - 1, 8 - 1, 7 എന്ന് പറയുന്നത് 2^15 - 1ൻ്റെ ഒരു ഫാക്ടറാണ്. 7 ഡിവൈഡ്സ് 2^15 - 1. 2^15 - 1, 7 ഒരു ഫാക്ടറാണെന്ന് കിട്ടും. ഇനി ഇതേപോലെ തന്നെ അടുത്തതെടുക്കാം, 5 ഡിവൈഡ്സ് 15. 5 ഡിവൈഡ്സ് 15 ആകുമ്പോൾ 2^5 - 1 ഡിവൈഡ്സ് 2^15 - 1. ദാറ്റ് ഈസ് 2^5 എന്ന് പറഞ്ഞാൽ 32. 32 - 1, 31 ഡിവൈഡ്സ് 2^15 - 1. ദാറ്റ് മീൻസ് 31 ഒരു ഫാക്ടറാണ്. അപ്പോൾ 7ഉം 31ഉം ഒരു ഫാക്ടറാണ്. അപ്പോൾ നമുക്ക് 2^15 - 1 ആണ് നമ്പർ, 7 അതിൻ്റെ ഫാക്ടറാണ്, 31 അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 2^15 - 1 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 32767 ആണ്, 32,767. ഇനി ഈ നമ്പറിനെ നമ്മൾ 7 കൊണ്ടോ അല്ലെങ്കിൽ 31 കൊണ്ടോ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിനെ 7 × 31 × 151 എന്നെഴുതാൻ പറ്റും, 2^15 - 1നെ. അപ്പോൾ 7 ഒരു ഫാക്ടറാണ്, 31 ഫാക്ടറാണ്, 151 ഫാക്ടറാണ്. ഇനി 7 × 31 ഒരു ഫാക്ടറാണ്, 7 × 151 ഒരു ഫാക്ടറാണ്, അതുപോലെ 31 × 151 ഒരു ഫാക്ടറാണ്. ഈ നമ്പർ ഇറ്റ്സെൽഫ് 2^15 - 1 അതിൻ്റെ തന്നെ ഒരു ഫാക്ടറാണ്, 1 അതിൻ്റെ ഒരു ഫാക്ടറാണ്. അങ്ങനെ എല്ലാ ഫാക്ടേഴ്സും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.